ഇന്നത്തെ ക്ലാസ്സിൽ കേട്ടറ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. കാറ്റഗറി 2 ആണ് പറയുന്നത്. ഒന്നാമത്തെ ഒരു പ്രദേശത്തിൻ്റെ ഭൂപടം തയ്യാറാക്കുന്നതിലും സംഗീതോപകരണങ്ങൾ ഉപയോഗിക്കുന്നതിലും മിടുക്ക് കാണിക്കുന്ന കുട്ടി ഏതെല്ലാം ബഹുമുഖ ബുദ്ധിയാണ് ഇവിടെ പ്രകടമാകുന്നത് എന്നാണ് ചോദ്യം. ദൃശ്യസ്ഥലപരമായതും സംഗീതപരമായുമുള്ള ബുദ്ധിയാണ്. ചുവടെ നൽകിയിരിക്കുന്നവരുടെ കൂട്ടത്തിൽപ്പെടാത്തത് ഏതാണെന്നാണ് ചോദ്യം. സഞ്ചിത രേഖയാണ്. ചക്രത്തിൽ ഓടുന്ന കളിപ്പാട്ട വണ്ടികൾ തള്ളി ഓടിച്ച് ശീലമുള്ള കുട്ടി ചക്രമുള്ള മറ്റു തരം കളിപ്പാട്ടങ്ങളും അതേ രീതിയിൽ ചലിപ്പിക്കുന്നു. അതായത് നിലവിലുള്ള അറിവുകൾ ഉപയോഗിച്ച് പുതിയ സാഹചര്യത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. ഈ പ്രക്രിയയിൽ പറയുന്ന പേര് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം, സ്വാംശീകരണമാണ്. അതിൻ്റെ ഇംഗ്ലീഷ് ഭാഗവും കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വായിച്ചു നോക്കാവുന്നതാണ്. നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ്. പിന്നെ അടുത്ത ക്വസ്റ്റ്യനാണ് നമ്മുടെ വികാരങ്ങളെ തിരിച്ചറിയുക, വികാരങ്ങളെ നിയന്ത്രിക്കുക. ബന്ധങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള കഴിവ് ഇവ മൂന്നും എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ചോദ്യം. വൈകാരിക ബുദ്ധിയാണ്. പിന്നെ അടുത്തത് സ്കീമുകളുടെ ആന്തരിക പുനർവിന്യാസവും കൂട്ടിച്ചേർക്കലും വഴി ശക്തവും പരസ്പര ബന്ധിതവുമായ ഒരു യാന്ത്രഘടന രൂപം കൊള്ളുന്ന പ്രക്രിയയാണ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സംയോജനമാണ്. നിഗോഷ്സ്കി മുന്നോട്ട് വെച്ച ആശയങ്ങൾ ഉൾപ്പെടാത്തത് ഏതാണെന്നാണ് ചോദിച്ചത്. അതീത ചിന്തയാണ്. വിളംബിത ചാലക വികാസത്തിന് കാരണമല്ലാത്തത് ഏതെന്നാണ് അടുത്ത ചോദ്യം. അത് അമിത പോഷകാഹാരം. അതിൻ്റെ ഇംഗ്ലീഷ് വേർഷനും അവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ്. ആൻസർ കീയും താഴെ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തത് വ്യക്തിത്വവുമായി ബന്ധപ്പെട്ട് ആത്മബോധം, ആദർശാത്മക അഹം, യാഥാർത്ഥ്യാധിഷ്ഠിത അഹം എന്നീ ആശയങ്ങൾ മുന്നോട്ട് വെച്ചത് ആര് എന്നാണ് ചോദ്യം. കാൾ റാൻസം റോജേഴ്സ് ആണ്. പിന്നെ ബഹുമുഖ ബുദ്ധി എന്ന ആശയത്തിൻ്റെ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് എന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഹോവാർഡ് ഗാർട്ട്നറാണ്. വായനയുമായി ബന്ധപ്പെട്ട പഠന പരിമിതി ഏതാണ്? അത് ഡിസ്ലെക്സിയാണ്. ഒരു കുട്ടിയുടെ ചില പ്രത്യേകതകൾ ചുവടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ ഏത് ഗണത്തിലാണ് ഈ കുട്ടിയെ ഉൾപ്പെടുത്താനാകുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അടുത്ത ക്വസ്റ്റ്യനാണ് വളർച്ചയുടെ തോത് ശൈശവത്തിൽ വളരെ കൂടുതലായും കൗമാരഘട്ടത്തിൽ വളർച്ചയുടെ ചാട്ടവും കണ്ടുവരുന്നു. ഈ വസ്തുത ഏത് വികാസ തത്വവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് അടുത്ത ചോദ്യം. വികാസം രേഖീയമല്ല, മറിച്ച് ചാക്രികമാണ്. അതാണ് അതിൻ്റെ ആൻസർ. പിന്നെ ഭാഷ ഒരു വാചിക ചേഷ്ടയാണ്. മറ്റേതൊരു ചേഷ്ടയെ പോലെ പ്രവർത്തനാനുബന്ധനം വഴി ഇത് സ്വായത്തമാക്കാം. ഈ ആശയത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണെന്നാണ് അടുത്ത ചോദ്യം. അത് BF സ്കിന്നർ. ചുവടെ നൽകിയിരിക്കുന്നവയിൽ ശൈശവത്തിൻ്റെ സവിശേഷത അല്ലാത്തത് ഏതാണെന്നാണ് അടുത്ത ചോദ്യം. അത് നീണ്ട കഥകൾ പറയുന്നു എന്നുള്ളതാണ്. ലോകാരോഗ്യ സംഘടന ജീവിത നൈപുണ്യങ്ങൾ ഉൾപ്പെടാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ഉത്തരം അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അടുത്ത ചുവടെ നൽകിയിരിക്കുന്ന പഠനവക്രത്തെ സൂചിപ്പിക്കുന്നത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പഠനത്തിൻ്റെ പുരോഗതി തുടർച്ചയായി കൂടിക്കൊണ്ടിരിക്കുന്നതെന്നാണ് അതിൻ്റെ അർത്ഥം. പിന്നെ അടുത്ത ചോദ്യം വ്യക്തിത്വത്തിൻ്റെ ചലനാത്മക വ്യക്തിത്വ ഘടന, മനോലൈംഗിക വികാസ സങ്കല്പങ്ങൾ എന്നിവ ഏത് മനഃശാസ്ത്ര സമീപനത്തിലുള്ളതാണെന്നാണ് ചോദ്യം. മനോവിശേഷണ സമീപനമാണ്. ചുവടെ നൽകിയിരിക്കുന്നവർ പ്രക്ഷേപണ രീതി ഏതാണെന്നാണ് അടുത്ത ചോദ്യം. വാക്യപൂരണ പരീക്ഷയാണ്. അടുത്ത ചോദ്യം ചുവടെ നൽകിയിരിക്കുന്നവർ കേൾവിക്കുറവുള്ള കുട്ടിയുടെ സവിശേഷതകൾ എന്തെല്ലാമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് അശ്രിതമായി ഇരിക്കുന്നു. ഇത് 3 എണ്ണമാണ്. മറ്റുള്ളവരുടെ ചോദ്യങ്ങൾക്ക് പ്രതികരിക്കുന്നില്ല എന്നൊക്കെ ഉള്ളതാണ്. പിന്നെ പ്രക്രിയ ആവർത്തിക്കുന്നതിലൂടെ ചോദ്യവും പ്രതികരണവും തമ്മിലുള്ള ബന്ധം ദൃഢമാകും. ഇത് ഏത് നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് അടുത്ത ചോദ്യം. അഭ്യാസ നിയമം. 10 വയസ്സുള്ള ഒരു കുട്ടിയുടെ മാനസിക വയസ്സും 8 ആയിരുന്നാൽ അയാളുടെ ബുദ്ധിമാനം എത്രയായിരിക്കും എന്നാണ് അടുത്ത ചോദ്യം. അത് 80 ആണ്. പിന്നെ യൂണിറ്റ് ടെസ്റ്റിൽ നല്ല സ്കോർ നേടുന്ന കുട്ടിയെ നോട്ട്ബുക്കിൽ പാഠഭാഗം പകർത്തി എഴുതിക്കൊണ്ട് വരാനുള്ള അസൈൻമെൻറ്റിൽ നിന്നും ടീച്ചർ ഒഴിവാക്കുന്നു. ഇത് ഏതിന് ഉദാഹരണമാണെന്നാണ് അടുത്ത ചോദ്യം. അത് ധനപ്രബന്ധനം. വൈജ്ഞാനിക വികാസത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ ഒരു ഘട്ടത്തിൻ്റെ സവിശേഷതകളാണ് ചോദ്യം കൊടുത്തിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. അത് ഔപചാരിക മനോവിവര ഘട്ടമാണ്. പിന്നെ ഭിന്നശേഷിക്കാരുടെ അവകാശ സംരക്ഷണ നിയമം ആക്ട് 2016 പ്രകാരം എത്ര വൈകല്യങ്ങളാണ് ലിസ്റ്റിലുള്ളത് എന്നാണ് അടുത്ത ചോദ്യം. അത് 21 ആണ് ഉള്ളത്. പിന്നെ അതിൻ്റെ ഇംഗ്ലീഷ് വേർഷൻ കൊടുത്തിട്ടുണ്ട്. ആൻസർ കീയും താഴെ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ്. പിന്നെ അടുത്ത ചോദ്യമാണ് അബ്രഹാം മാസ്ലോയുടെ ആവശ്യങ്ങളുടെ ശ്രേണിയിലെ വിവിധ തരങ്ങളാണ് താഴെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ താഴ്ന്ന തലത്തിൽ നിന്ന് ഉയർന്ന തലത്തിലേക്ക് ക്രമം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. C ആണ്. 1, 2, 4, 3 എന്നീ ക്രമത്തിലാണ് എഴുതേണ്ടത്. പിന്നെ ഗസ്റ്റാൾ പഠന നിയമങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്.
അത് സന്നദ്ധ നിയമമാണ്. ക്രമവിരുദ്ധമായോ കുറഞ്ഞ അളവിലോ ഹീമോഗ്ലോബിൻ ഉണ്ടാകുന്നത് മൂലമുണ്ടാകുന്ന രോഗം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് തലാസീമിയ. ഒരു വ്യക്തിയുടെ സവിശേഷതകൾ എത്രമാത്രം ഉണ്ടെന്ന് എത്ര തീവ്രതയിലുണ്ടെന്ന് നന്നായി ലഭിക്കുന്നത് ഏതിൽ നിന്നാണെന്നാണ് അടുത്ത ചോദ്യം. അത് റേറ്റിംഗ് സ്കെയിലിൽ നിന്നാണ്. അംഗീകാരം, അധികാരം, നേട്ടം എന്നിവ ബന്ധപ്പെടുത്തിയ മനഃശാസ്ത്രത്തിൻ്റെ പേര് എന്താണെന്ന് ചോദിച്ചു.